നമസ്കാരം. അടുത്തിടെ പ്രശസ്തമായൊരു അവാർഡ് ദാന ചടങ്ങിൽ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ആസിഫ് അലിയെ എന്ന് പറയുന്ന മലയാളത്തിലെ യുവനടനെ അപമാനിച്ചു എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. കാലിക പ്രസക്തമാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു ചെറിയ കോളം വാർത്തയിൽ ഒതുക്കിയപ്പോൾ ഓൺലൈൻ വാർത്തകൾ അത് വളരെ കൊട്ടിഘോഷിച്ച് പെരുപ്പിച്ചു. ഭാഗ്യവശാൽ ഭാഗ്യാന്തേരണ എന്നേ പറയുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും മതം വച്ചിട്ട് ആരും വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചില്ല. അത് തന്നെ ഭാഗ്യം. കാരണം സാംസ്കാരിക കേരളത്തിൽ എല്ലാം മതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. മിക്കുള്ളവരും മതം കയറ്റി കളിക്കുമെന്ന് വിചാരിച്ചു. ഭാഗ്യവശാൽ അതുണ്ടായില്ല. എന്തായാലും രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധാനം, അദ്ദേഹം വളരെ കഴിവുള്ള പ്രശസ്തനായ ഒരു സംഗീത സംവിധാനം തന്നെയാണ്. അദ്ദേഹത്തിനെക്കാട്ടിയും ജനപ്രീതിയും പോപ്പുലാരിറ്റിയിലും മിന്നി നിൽക്കുന്ന ആൾ തന്നെയാണ് ഈ ആസിഫ് അലി എന്ന് പറയുന്ന യുവനടൻ. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരിയോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ തിരിച്ചു പോരുന്നത്. എന്തായിരിക്കും ഈ വാസ്തവത്തിൽ ഈ സംഭവം നടന്നതിന് പിന്നിൽ? അപ്പോൾ പാഡസ് കഫേയിലേക്ക് സ്വാഗതം. ചൂടുള്ള ചോയ്ക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ഒരു സംഘടന ഒരു അവാർഡിനായിട്ട് സംഘടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഏഷ്യാനെറ്റ്, മനോരമ തുടങ്ങിയ വൻകിട താരങ്ങൾ വൻകിട താരങ്ങളെ വെച്ചിട്ടാണ് പലപ്പോഴും ഈ അവാർഡ് നേരിട്ട് സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രശസ്തരായ താരങ്ങൾ പങ്കെടുക്കാറുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, അല്ലെങ്കിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും. പക്ഷേ അതിൻ്റെ ഒരു അറിയാക്കഥ, അവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നു, അവരോട് ആദ്യം വിളിച്ച് ചോദിക്കും, സാർ ഇന്ന തീയതിക്ക് അങ്ങ് ഫ്രീ ആണോ, നമ്മുടെ ഒരു അവാർഡിനായിട്ട് സംഘടിപ്പിക്കുന്നു, അതിൽ അങ്ങേക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ, അങ്ങേക്ക് അവാർഡ് തന്നാൽ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഇവരുടെ അടുത്ത് മുൻകൂട്ടി അനുവാദം ചോദിച്ചിട്ട് മാത്രം അവരുടെ ഡേറ്റിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ അവാർഡ് നൈറ്റ്. അതിലെല്ലാം തീർച്ചയായിട്ടും ഒരു 10-15 റിഹേഴ്സൽ ഈ മെയിൻ താരങ്ങളെ അല്ലാതെ ഇതിൽ അവതാരകരും അവാർഡ് വാങ്ങുന്നവരും വരുന്നവരുമായി ഡ്യൂപ്പിനായിട്ട് പരിശീലനം കൊടുത്ത് തന്നെയാണ് അവാർഡ് വാങ്ങാൻ വരുന്നവർ അവരെങ്ങനെ പ്രതികരിക്കണം, അവരെന്താണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ആങ്കർമാർ എന്താണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം തീർച്ചയായിട്ടും ഒരു 1-2 റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഈ ഫൈനലായിട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ സ്റ്റേജ് പ്രോഗ്രാമും ഈ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്കായിട്ട് ഡിന്നർ ഉണ്ടാവും, മദ്യസൽക്കാരം ഉണ്ടാവും. അത് പല മുൻകിട താരങ്ങൾ ഉപയോഗിക്കാറില്ല. ചെറിയ റേറ്റ് ചെയ്യപ്പെടാത്ത താരങ്ങൾ മിക്കവാറും ഒക്കെ ഈ അവാർഡ് ഷോയിൽ വരികയും അവർ ഈ ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭാഗ്യാന്തരണ ഈ കഴിഞ്ഞ അവാർഡ് നൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ ഇല്ലയെന്നും അറിയില്ല. ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകൻ, അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലാണോ ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് അറിയില്ല. പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രശ്നം, ഒരു അവാർഡ് നൈറ്റിൽ അവാർഡ് കൊടുക്കുന്നത് സ്റ്റേജിൽ വിളിച്ചിട്ടാണ്. ഈ സംഭവത്തിൽ സംഭവിച്ചിരിക്കുന്നത് രമേശ് നാരായണന് പെട്ടെന്നൊരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. അതും വേദിക്ക് താഴെ അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് അടുക്കത്ത് വെച്ചിട്ട് അത് രമേശ് നാരായണൻ ഒരു അവാർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഞെട്ടിയിട്ടുണ്ടാകും. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടാവില്ല, അങ്ങേക്ക് ഒരു അവാർഡുണ്ട്, അങ്ങേ അത് സ്വീകരിക്കുമോ, ആസിഫ് അലിയാണ് തരുന്നത്, അതിന് അങ്ങനെ ഒരു തയ്യാറെടുപ്പൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിനുണ്ടാവുക. പെട്ടെന്നൊരു അവാർഡ് ഞെട്ടി. രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ഒരുപാട് സിനിമ സംവിധാനം ചെയ്ത് പ്രശസ്തനായ ഒരു വ്യക്തിയൊന്നുമല്ല. ഈ ചാനലുകളിലൂടെ സംഗീത പ്രതിഭകളാണ്, ചാനലിലൂടെ വളർന്ന സംഗീത പ്രതിഭകളാണ് രമേശ് നാരായണനും അങ്ങനെയുള്ള അവരെല്ലാം കഴിവുള്ളവരാണ്. പക്ഷെ പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ ജയരാജനെ പോലുള്ള സംഗീത സംവിധായകരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മുൻകൂട്ടി ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ആങ്കർ അങ്ങനെ വിളിക്കുന്നു, ആസിഫ് അലി ഒരു അവാർഡ് കൊടുക്കാൻ എണീക്കുന്നു. അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥ നമുക്കറിയില്ല. അതല്ല, ഒരു അവാർഡ് കൊടുക്കുന്നത്, അദ്ദേഹത്തിന് ഒരു ബഹുമാനാർത്ഥം ഒരു അവാർഡ് കൊടുക്കുന്നത് അത് വേദിയിൽ വെച്ചിട്ടായിരിക്കും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അവതാരക ഈ രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിക്കുന്നു, അവാർഡ് കൊടുക്കാനായിട്ട് ശ്രീ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. അതിനൊപ്പം അദ്ദേഹത്തിനോട് അതൊരു മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാനാണ്. അതിനൊപ്പം സംവിധായകനെ വിളിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ അതൊരു വലിയൊരു പ്രൊസീജിയറാണ്. പക്ഷേ അവാർഡുകൾ ബാക്കി വന്ന് കാണും. ഇവർക്ക് പ്രതീക്ഷിച്ചവർക്കൊന്നും അവാർഡ് കൊടുക്കാൻ തോന്നിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഒരു അവാർഡ് കൊടുത്തേക്കാം എന്ന് വെച്ചിട്ടായിരിക്കും അപ്രതീക്ഷിതമായി ശ്രീ രമേശ് നാരായണൻ്റെ പേര് ഈ അവതാരക വിളിക്കുകയും അത് വേദിക്ക് പുറത്ത് വെച്ച് ഒരു അവാർഡും അത് ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ ഇതൊരു ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി അപമാനിക്കുന്ന തുല്യമാണ്. തികയാതെ മുൻകൂട്ടി തയ്യാറാക്കാതെ തികയാതെ വന്ന അവാർഡുകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇദ്ദേഹത്തിന് കൊടുക്കുക. അപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി രമേശ് നാരായണൻ എന്ന് പറഞ്ഞാൽ, അത് അദ്ദേഹമല്ല വേറെ ആയിരുന്നാലും ആശ്ചര്യപ്പെട്ടു. എനിക്ക് അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അത് ആ അവാർഡിന് അർഹനാക്കിയ സംഗീത സംവിധായകനൊപ്പം അത് എനിക്ക് കിട്ടാൻ അർഹതപ്പെട്ട സംവിധായകനൊപ്പം അത് മേടിക്കണമെന്ന് ഒരുപക്ഷെ രമേശ് നാരായണൻ ആഗ്രഹിച്ചാണ്. പക്ഷേ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്,
ഈ ആസിഫ് അലിയോട് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ, നമ്മൾ രണ്ടും ചേർന്ന് അങ്ങയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ആ സമയത്ത് ഒരുപക്ഷെ രമേശ് നാരായണൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, ഈ പിന്നാമ്പുറങ്ങൾ നടക്കാൻ അണിയിറക്കത് ഈ സൗകര്യങ്ങൾ ഇദ്ദേഹത്തിന് വരുമ്പോൾ ഉപയോഗിക്കാം, പോകുമ്പോൾ ഉപയോഗിക്കാം, ഇതിന് ഇടയ്ക്കെപ്പോഴെങ്കിലും മിഡിൽ ഓർഡർ ഉപയോഗിക്കാം. കാരണം തീർച്ചയായിട്ടും ഇദ്ദേഹം ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവാർഡ് കൊടുക്കണമെന്ന് ആർക്കൊന്നുമില്ല. പെട്ടെന്ന് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, അത് വേദിക്ക് താഴെ വെച്ച് കൊടുക്കുന്നു. അത് എനിക്ക് ആ അവാർഡിനെ പ്രാപ്തനാക്കിയ സംവിധായകനൊപ്പം ഞാനത് സ്വീകരിക്കാം എന്ന് രമേശ് നാരായണന് പെട്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ജയരാജിനെ കൂടി വിളിക്കുന്നു. ആ ജയരാജിനെ കൂടി വിളിച്ചത്, അദ്ദേഹം വിളിക്കുമ്പോൾ ആസിഫ് അലി അത് അദ്ദേഹത്തിന് കൈമാറി. പക്ഷേ പെട്ടെന്ന് എന്താ പറയുക, ഈ അദ്ദേഹം ജയരാജ് നടന്നു വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ഈ ആസിഫ് അത് ചിരിച്ചുകൊണ്ട് തന്നെ, വളരെ മാന്യമായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് കസേര പോയിരിക്കുന്നു. അതിനെ ട്രോള് വന്നത്, അതായത് ആ വ്യക്തി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അത് ആസിഫ് അലിയെ അപമാനിച്ചതൊന്നുമില്ല. രമേശ് നാരായണൻ ആ സമയത്തുള്ള മാനസികാവസ്ഥ അറിയാത്തവരാണത് പറയുന്നത്. അദ്ദേഹം അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ അറിയാം. തീർച്ചയായിട്ടും ആസിഫ് അലി അത് മേടിക്കുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രത്തിൻ്റെ സംവിധായകനെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ പതിവ് പോലെ ഇത്തവണ ഇത് കടിച്ചു കയറുകയാണ്. ഭാഗ്യവശാൽ അത് ഇരുവരുടെയും ജാതി തിരിഞ്ഞൊരു പോക്കിലേക്ക് ഇത് പോയില്ല. അത് തന്നെ ദൈവഭാഗ്യം. ഈ വിഷയം അവിടെ അവസാനിച്ചു. നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മുഖ്യധാര വാർത്താ മാധ്യമങ്ങൾക്ക് വിഷയത്തിന് യാതൊരു പഞ്ചവുമില്ല. എന്തെല്ലാം വിഷയങ്ങൾ അല്ലെ വാർത്തകളാണ് നിന്നിട്ട് കൊണ്ട് മിന്നിമായുന്നത്. ഇതിന് പ്രതികരിക്കാൻ പോലും സമയം കിട്ടാത്ത വിധത്തിലാണ് 24 മണിക്കൂറും വാർത്താ ചാനലുകൾ തുടങ്ങുമ്പോൾ പണ്ടാരോ ചോദിച്ചോത്രേ, ഇതിന് വാർത്ത എവിടുന്ന് കണ്ടെത്തുന്നു? ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം വാർത്തയാണ്. ഈ വാർത്തകൾ കൊടുക്കാൻ ഇപ്പോൾ വാർത്താ ചാനലുകൾക്ക് 24 മണിക്കൂർ തികയാതെ വന്നിരിക്കുന്നു. അതാണ് വാർത്താ ചാനലുകളുടെ തള്ളിക്കയറ്റത്തിലുണ്ടായ എന്തും വാർത്തയാകുന്ന ലോകത്ത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ട ഈ ഒരു വാർത്ത ഓൺലൈൻ മീഡിയ ഇത്രയും കുത്തിപ്പൊക്കിയില്ലായിരുന്നെങ്കിൽ അത് അതേപോലെ ഒരു ചെറിയ സംഭവമായി കഴിഞ്ഞങ്ങ് പോയതിന് ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല, ശ്രദ്ധിക്കില്ല. അപ്പോൾ പാഡ്സ് കഫേയിൽ വീണ്ടും കാണാം തെറ്റിദ്ധാരണ പരത്താത്ത ലോകത്തെക്കുറിച്ചുള്ള വാർത്തകളുമായി.